പണ്ട് മൂല്യമില്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് അമൂല്യമായിരിക്കുന്നു. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ജലം. കുടിവെള്ളം ആരെങ്കിലും പണം കൊടുത്ത് വാങ്ങുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒരു കുപ്പി വെള്ളത്തിന്റെ വില എത്ര എന്ന ചോദ്യത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു. മാറ്റങ്ങൾ എന്നും അനിവാര്യമെങ്കിലും ജലം തേടിയുള്ള നമ്മുടെ യാത്ര എന്നിനി അവസാനിക്കും. നിങ്ങളുടെ സാലി ടീച്ചർ ലീവായി പോയതുകൊണ്ട് സാലി ടീച്ചറിന് പകരം പുതിയതായിട്ട് വന്ന ടീച്ചറാണ് ഞാൻ. എന്റെ പേരറിയണ്ടേ? എന്റെ പേര് മരിയ എന്നാട്ടോ. അപ്പൊ സാലി ടീച്ചർ തന്ന ഹോംവർക്ക് ഒക്കെ എല്ലാവരും ചെയ്തോ? എന്നാ വേഗം ഒന്ന് എടുത്തേ നോക്കട്ടെ ടീച്ചർ. ടീച്ചർ ഓരോ ബെഞ്ചിലേക്ക് വരാവേ, ഓരോ ബെഞ്ചിലേക്ക് വരാം. മോനെന്താ ഹോംവർക്ക് ചെയ്യാത്തെ? അതെന്നാ പറ്റി? ഇന്നത്തേക്ക് പോട്ടെ കേട്ടോ. പക്ഷെ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ഹോംവർക്ക് ചെയ്തോണ്ട് വരണം കേട്ടോ. ഇരുന്നോ, നമുക്ക് പഠിച്ചാലോ? എന്നാ വേഗം പുസ്തകം എടുത്തേ. നല്ല ആഹാരത്തെ കുറിച്ചൊക്കെയാ നമ്മൾ എങ്ങനെയാണ് നല്ല ആഹാരം കഴിക്കേണ്ടത്. ജോബിയുടെയും ജാൻസിയുടെയും കഥയൊക്കെ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജോബിയുടെയും ജാൻസിയുടെയും അമ്മ രാവിലെ പുട്ടും പയറും പഴവും ഒക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് അവരെ കാപ്പി കുടിക്കാൻ വിളിക്കുക. എങ്ങനെയാ വിളിക്കുന്നേ? ജോബി, ജാൻസി, വേഗം വന്നോളൂ, ആഹാരം റെഡി എന്ന് അമ്മ പറയുക. അമ്മ പുട്ടും ഇത് ഇൻട്രോൾ ടൈം അല്ലല്ലോ. എനിക്ക് ടോയ്ലറ്റിൽ പോയാലേ പറ്റുള്ളൂ. ശരി, പോയിട്ട് വാ.
സാരമില്ല, പോട്ടെ. എന്നാ ഞാൻ പോയി കഞ്ഞി വെച്ചിട്ട് വരാം. സിസ്റ്റർ, എല്ലാ ദിവസവും എബി നമ്മുടെ സ്കൂളിൽ നിന്നാണല്ലോ വെള്ളം കൊണ്ടുപോകുന്നത്. അതെന്താ അങ്ങനെ? എബിയാണോ? എബി എന്നോട് ചോദിച്ചിട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. കാരണം അവരുടെ വീട്ടിൽ വെള്ളമില്ല. അവർ വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്കിതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സിസ്റ്റർ? വാട്ടർ അതോറിറ്റിയുടെ ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അനുകൂലമായ മറുപടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ചെയ്തു തരുമെന്ന്. പഞ്ചായത്ത് സ്കൂളിൽ നിന്ന് ടീച്ചറായിരുന്നേ. ഞങ്ങൾക്ക് സഹായം വേണം. രാവിലെ നന്നായി ആഹാരം കഴിക്കണം. ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത്. ഇത് ഇൻട്രോൾ ടൈം അല്ലല്ലോ. ഇന്ന് എന്തായാലും കൊച്ചു പോകണ്ട കേട്ടോ. കൊച്ചു അവിടെ ഇരുന്നോ. സിറ്റാ. ആരാ? ചേച്ചി, ഞാൻ പഞ്ചായത്തിൽ നിന്നായിരുന്നേ. വെള്ളമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? എബി, നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദി എന്നോടല്ല പറയേണ്ടത്, ജലനിധി പദ്ധതിയോടാ കേട്ടോ.